Hi dear students, welcome back to our online class. States of matter എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഡിസ്കസ് ചെയ്തിരുന്നു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിൽക്കുന്ന ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഹോംവർക്ക് അതിൻ്റെ സൊല്യൂഷനാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. മക്കൾ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ലിസൺ ഹിയർ. ഞാൻ ബോർഡിൽ ഇപ്പോൾ ഒരു ബോക്സ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ കാണിക്കുന്നുണ്ട്. ആ കണ്ടെയ്നറിൻ്റെ അകത്ത് എ എന്ന് പറയുന്നൊരു ഗ്യാസ് ഉണ്ട്. ഗ്യാസ് എ എന്ന് പറയുന്ന ഗ്യാസ്, ആ കണ്ടെയ്നറിൻ്റെ വോളിയം VmL ആണ്. ഓക്കെ, സെയിം കണ്ടെയ്നർ ആ അടുത്ത കണ്ടെയ്നറും അതേ കണ്ടെയ്നറാണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ വോളിയം VmL എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് രണ്ടും ഒരേ കണ്ടെയ്നറാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഗ്യാസ് B നിറച്ചു. എൻ്റെ അടുത്തുള്ള ഗ്യാസ് A, ബീൻ്റെ ഉള്ളിലുള്ള ഇവിടുത്തെ ഗ്യാസ് B. ഇത് സെയിം കണ്ടെയ്നറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, ഈ കണ്ടെയ്നറിന് എനെ ഒഴിവാക്കിയിട്ട് അതൊക്കെ B നിറച്ചു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ കണ്ടെയ്നറിൽ എ നിറച്ചപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന എയുടെ പ്രഷറിന് നമുക്ക് PA എന്ന് എഴുതാം. എ നിറക്കുമ്പോഴുള്ള പ്രഷറിന് PA. ആ കണ്ടെയ്നറിൽ തന്നെ, സെയിം കണ്ടെയ്നറിൽ തന്നെ B നിറച്ചപ്പോഴുള്ള പ്രഷറിന് PB എന്ന് എഴുതാം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഈ എയും ബിയും ഒരുമിച്ച് നിറച്ചാൽ, രണ്ടാളെയും മിക്സ് ചെയ്താൽ, സെയിം കണ്ടെയ്നർ, വേറെ കണ്ടെയ്നർ അല്ല, അതേ കണ്ടെയ്നറിൻ്റെ അകത്ത് ഈ ബീനെടുത്തിട്ട് ആ എയിലോട്ടാണ് നിറച്ചാൽ, എയും ബിയും മിക്സ് ചെയ്താൽ ആ കണ്ടെയ്നറിൻ്റെ വോളിയം VmL, സെയിം കണ്ടെയ്നർ. അപ്പോൾ അവിടുത്തെ പ്രഷറിനെ നമുക്ക് PAB എന്ന് എഴുതുകയാണെങ്കിൽ, എയുടെയും ബിയുടെയും മിക്സ്ചറിൻ്റെ പ്രഷർ PAB എന്ന് എഴുതുകയാണെങ്കിൽ അറിയാൻ പറ്റിയത്, ആ PAB എന്ന് പറയുന്ന ആ മിക്സ്ചറിൻ്റെ പ്രഷർ, when two gas are mixed each other, അപ്പോൾ അനുഭവപ്പെട്ട ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു രണ്ട് പേരും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന PAയുടെയും PBയുടെയും സം ആയിരിക്കും. PA + PB. ഇത് 5 ATM ഇത് 3 ATM ആണെങ്കിൽ രണ്ടാളെയും അതേ കണ്ടെയ്നറിൽ മിക്സ് ചെയ്താൽ 8 ATM കിട്ടുന്നു. PAB എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ. അവിടുത്തെ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു രണ്ടാളും ആ കണ്ടെയ്നറിൽ ഒറ്റയ്ക്കുണ്ടാക്കുന്ന പ്രഷറിൻ്റെ സമ്മായിരിക്കും. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ, ഈ എ എന്ന് പറയുന്ന ഗ്യാസ്, എയും ബിയും ഗ്യാസ് ആയിരിക്കണം. ഗ്യാസുകൾ മിക്സ് ചെയ്യുമ്പോൾ പ്രഷറാണ്. ദ കണ്ടീഷൻ ഈസ് ദേ ആർ നോൺ റിയാക്ടിങ് ഗ്യാസ് ആയിരിക്കണം. നോട്ട് ദ പോയിന്റ്. നോൺ റിയാക്ടിങ് ഗ്യാസ് ആയിരിക്കണം. എ ആൻഡ് ബി ആർ നോൺ റിയാക്ടിങ് ഗ്യാസ് ആയിരിക്കണം. അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം, ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു സീയും കൂടി നിറച്ചാൽ 3 ഗ്യാസ് ഉണ്ടെങ്കിലോ സാറേ? നോ പ്രോബ്ലം. ആ 3 ഗ്യാസുകളും ഓരോരുത്തരും ഒറ്റയ്ക്ക് നിർത്തിയാൽ ഉണ്ടാക്കുന്ന പ്രഷറിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ P total is equal to PA + PB + PC ആയിരിക്കും. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ദ ലോ ഈസ് when 2 or more, രണ്ടോ അതിൽ അധികമോ, when 2 or more non-reacting gases are intermixed each other. When 2 or more non-reacting gases are intermixed each other, the total pressure is the sum of partial pressure of each gas. The total pressure is the sum of partial pressure of each gas. ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ നോട്ട്ബുക്കിൽ ഹെഡിങ് എഴുതിയും ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് ഹെഡിങ് എഴുതാം. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്നിട്ടൊരു കണ്ടെയ്നർ വരയ്ക്കുക, ഗ്യാസ് എ എന്ന് എഴുതാം. മറ്റേ കണ്ടെയ്നറിൽ ഗ്യാസ് B എന്ന് എഴുതാം. മറ്റേ കണ്ടെയ്നറിൽ എയും ബിയും, എല്ലാ കണ്ടെയ്നറും സെയിമാണ്. VmL സെയിം കണ്ടെയ്നർ. എയും ബി നിറക്കുക. അപ്പോൾ അനുഭവപ്പെട്ട PAB = PA + PB എന്ന് എഴുതുക. അല്ലെങ്കിൽ P total is equal to PA + PB. അങ്ങനെ എഴുതുക.
ഓക്കെ മക്കൾ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. when two or more non-reacting gases are intermixed each other, comma, the total pressure is the sum of the total pressure is the sum of ഇത് വിട്ടു പോകരുത്. total pressure is the sum of partial pressure of each gas. The total pressure is the sum of partial pressure of each gas. A and B are non-reacting gas ആണെങ്കിൽ, A and B are non-reacting gas ആണെങ്കിൽ അവിടുത്തെ P total is equal to PA plus PB. P total is equal to PA plus PB. PA arrow partial pressure of the gas A. PB arrow partial pressure of the gas B. Non-reacting gasകളായിരിക്കണം, non-reacting gas ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ചോദിക്കുക, റിയാക്ടിങ് ഗ്യാസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ സാറേ? പറ്റും. പരസ്പരം നോർമൽ കണ്ടീഷനിൽ റിയാക്ട് ചെയ്യുന്ന ഗ്യാസുകൾക്ക് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലിക്കബിൾ അല്ല. ദ മിക്സർ ഓഫ് NH3 ആൻഡ് HCl, NH3യുടെയും HCl-യുടെയും മിക്സർ ഡു നോട്ട് ഹോൾഡ് ഗുഡ്സ് ഇൻ ദ കേസ് ഓഫ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ബിക്കോസ് NH3 ആൻഡ് HCl ആർ റിയാക്ടിങ് ഗ്യാസ് ആണ്. അവർ റിയാക്ട് ചെയ്താൽ NH3 പ്ലസ് HCl ആരോ NH4Cl ഉണ്ടാവും. ദ റിയാക്ടിങ് ഗ്യാസ് ആണ്, അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യും. അതുകൊണ്ട് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഇത് വെച്ചിട്ട് വളരെ ശക്തമായ ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിനും അതേപോലെ എൻട്രൻസ് എക്സാമിനൊക്കെ നിങ്ങളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ NCERT-ലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വേണമെങ്കിൽ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമായി ബന്ധപ്പെട്ട ഒരു ആനിമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. മകൾ, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നാം ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഇക്വേഷൻസുകൾ നമുക്ക് രസകരമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ കൊടുത്താൽ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരുമൊക്കെ നോക്കിയാൽ കറക്റ്റ് ഇക്വേഷൻസ് കിട്ടും. മക്കൾ നോക്കിയാൽ നമുക്കറിയാം എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? യെസ്, PV ഈക്വൽ ടു nRT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു nRT. സോ P ഈക്വൽ ടു nRT ബൈ V. P ഈക്വൽ ടു nRT ബൈ V. അങ്ങനെയാണെങ്കിൽ P ടോട്ടൽ ഈക്വൽ ടു PA പ്ലസ് PB ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. P ടോട്ടൽ ഈസ് ഈക്വൽ ടു PA പ്ലസ് PB. ദാറ്റ് ഈസ് ഈക്വൽ ടു P എന്ന് പറഞ്ഞാൽ nRT ബൈ V. അപ്പോൾ PA എന്ന് പറഞ്ഞാൽ NART ബൈ V. V എന്ന് പറഞ്ഞാൽ വോളിയം സെയിമാ, രണ്ടാളും ഒരു കണ്ടെയ്നറിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ രണ്ടാളുടെയും വോളിയം സെയിമാ, R സെയിമാണ്, ടെമ്പറേച്ചർ സെയിമാ, ഓരോരുത്തരുടെയും നമ്പർ ഓഫ് മോളെ മാറുള്ളൂ. അപ്പോൾ NART ബൈ V പ്ലസ്, മക്കൾ പറയാം, NART ബൈ V പ്ലസ് NBRT ബൈ V. NBRT ബൈ V അതാണ് P ടോട്ടൽ. രണ്ട് ഇക്വേഷനിലും കോമൺ ആയിട്ട് എന്തുണ്ട്? യെസ്, RT ബൈ V ഉണ്ട്. അപ്പോൾ നാം RT ബൈ വിനെ പുറത്തെടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു NA പ്ലസ് NB ഇൻറ്റു RT ബൈ V. NA പ്ലസ് NB ഇൻറ്റു RT ബൈ V അതാണ് ഇവിടുത്തെ P ടോട്ടൽ. P ടോട്ടൽ NA പ്ലസ് NB ഇൻറ്റു RT ബൈ V അല്ലേ? NA പ്ലസ് NB ഇൻറ്റു RT ബൈ V ഇതാണ് P ടോട്ടൽ. ഇനി നോക്കൂ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് PA, എയുടെ പാർഷ്യൽ പ്രഷർ ബൈ ടോട്ടൽ പ്രഷർ ഞാൻ ചെയ്യുകയാണെങ്കിൽ PA ബൈ P ടോട്ടൽ. പാർഷ്യൽ പ്രഷർ ടോട്ടൽ പ്രഷർ നമ്മൾ റിലേഷൻ കാണാനുള്ള ഒരു ഐഡിയ ചെയ്ത് നോക്കുകയാണ്. PA ബൈ P ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ PAൻ്റെ സ്ഥാനത്ത് എന്താ? NART ബൈ V. അപ്പോൾ ഞാൻ NART ബൈ V ഡിവൈഡഡ് ബൈ NART ബൈ V ഡിവൈഡഡ് ബൈ P ടോട്ടൽ എന്താ? P ടോട്ടൽ എന്താ? NA പ്ലസ് NB ഇൻറ്റു RT ബൈ V. NA പ്ലസ് NB ഇൻറ്റു RT ബൈ V. RT ബൈ V. ഞാൻ പാർഷ്യൽ പ്രഷർ ബൈ ടോട്ടൽ പ്രഷർ ചെയ്ത് നോക്കിയതാ. ടോട്ടൽ പ്രഷർ ഇക്വേഷൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിക്ക് പാർഷ്യൽ പ്രഷർ ഇക്വേഷൻ ഒന്ന് കൊടുത്തു, എന്നിട്ട് PA ബൈ P ടോട്ടൽ ഒന്ന് എഴുതി ഞാൻ. അപ്പോൾ ഏത് ക്യാൻസലായിപ്പോയി? RT ബൈ V ക്യാൻസലായിപ്പോയി. RT ബൈ V ക്യാൻസലായപ്പോൾ PA ബൈ P ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താണ്? NA ബൈ NA പ്ലസ് NB. NA ബൈ NA പ്ലസ് NB. എൻ്റെ മക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ,
ഒരു കോമ്പണൻറ്റ് ഒരു മിക്സറിൻ്റെ അകത്ത് അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ അകത്ത് മിക്സറിൻ്റെ അകത്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ പഠിപ്പിക്കാൻ വേണ്ടി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കുറേ ടേംസുകൾ ഉണ്ടായിരുന്നു. മാസ് പെർസെൻറ്റേജ്, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. ഈ ഒരാളുടെ നമ്പർ ഓഫ് മോൾ, ഒരു കോമ്പണൻറ്റ് നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ ആണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ കൈ. എക്സ് പോലെ ഇടും കൈ. അപ്പോൾ എയുടെ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് എയുടെ മോൾ ഫ്രാക്ഷൻ ആണ്. സോ പി എ ബൈ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു കൈ എ. പി എ ബൈ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു കൈ എ. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ പി ഐ ഈസ് ഈക്വൽ ടു പി എ ബൈ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു കൈ എ. അപ്പോൾ പി ഐ ഈസ് ഈക്വൽ ടു പി ടോട്ടൽ അങ്ങോട്ട് ഗുണിക്കണം. പി ഐ ഈസ് ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ എ. പി ഐ ഈസ് ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ എ. അതേപോലെ ബിയുടെ പാർഷ്യൽ പ്രഷർ എങ്ങനെയായിരിക്കും അപ്പോൾ ഉണ്ടാവുക? പി ബി ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ ബി. പി ബി ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ ബി. പി ഐ ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ എ. പി ബി ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ ബി. അഥവാ പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു ആ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. പി വി ഈക്വൽ ടു എൻ ആർ ടി. സോ പി ഈക്വൽ ടു എൻ ആർ ടി ബൈ വി. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ പി എ എന്ന് പറഞ്ഞാൽ എൻ എ ആർ ടി ബൈ വി. പി ബി എന്ന് പറഞ്ഞാൽ എൻ ബി ആർ ടി ബൈ വി ബിക്കോസ് പി ഈക്വൽ ടു എൻ ആർ ടി ബൈ വി. അപ്പോൾ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ട് ആർ ടി ബൈ വിനെ പുറത്ത് കെടുത്തു. എൻ എ പ്ലസ് എൻ ബി ഇൻറ്റു ആർ ടി ബൈ വി. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എക്സ്ട്രാ ചെയ്യുകയാണ്. പി എ ബൈ പി ടോട്ടൽ ഈക്വൽ ടു പി എ എന്ന് പറഞ്ഞാൽ എൻ എ ആർ ടി ബൈ വി ഡിവൈഡ് ബൈ പി ടോട്ടൽ എൻ എ പ്ലസ് എൻ ബി ഇൻറ്റു ആർ ടി ബൈ വി. ആർ ടി ബി ബൈ വി ക്യാൻസലായി. അപ്പോൾ എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനാണ്. അത് കൈ എ ആണ്. അതറിയാത്തവർ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം. മോൾ ഫ്രാക്ഷൻ കൈ എ ഈക്വൽ ടു എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി. കൈ ബി ഈക്വൽ ടു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. അപ്പോൾ പി എ ബൈ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു കൈ എ. പി എ ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ എ. പി ബി ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ ബി. പി ടോട്ടൽ കൈ ബി. അപ്പോൾ ആ ഇക്വേഷൻ ബോക്സിൻ്റെ അകത്താക്കുക. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. ആ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നാം പറഞ്ഞു കഴിഞ്ഞു. വെൻ ടു ഓർ മോർ നോൺ റിയാക്ടിംഗ് ഗ്യാസസ് ആർ ഇന്റർമിക്സ്ഡ് ഈച്ച് അതർ ദ ടോട്ടൽ പ്രഷർ ഈസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് each gas. The total pressure is the sum of partial pressure of each gas, and partial pressure in terms of mole fraction PA equal to P total into chi A, PB equal to P total into chi B, PB equal to P total into chi B. എന്താണ് chi A, എന്താണ് chi B എന്നുള്ളത് നിങ്ങൾ ശരിക്കും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ പാർഷ്യൽ പ്രഷറും ടോട്ടൽ പ്രഷറും മോൾ ഫ്രാക്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷറും മോൾ ഫ്രാക്ഷനും കിട്ടിയാൽ പാർഷ്യൽ പ്രഷർ കിട്ടും. പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും കിട്ടിയാൽ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാം. അങ്ങോട്ടൊക്കെ ചെയ്യാം. പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. ഓക്കെ, വേഗം നോട്ട് ചെയ്തെടുത്ത് മക്കൾക്ക് ഞാൻ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ചെറിയൊരു ട്രിക്ക് കാണിച്ചു തരാം, ഒരു ഐഡിയ കാണിച്ചു തരാം. എന്താ ചോദിച്ചാൽ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? പി എ ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ എ. ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. പി എ ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ എ. പി ബി ഈക്വൽ ടു പി ടോട്ടൽ ഇൻറ്റു കൈ ബി. പി ടോട്ടൽ ഇൻറ്റു കൈ ബി. എങ്കിൽ ഇതിപ്പം പാർഷ്യൽ പ്രഷറാണ് എഴുതിയത്. എങ്കിൽ ഒരു മിക്സറിൻ്റെ അകത്തുള്ള രണ്ട് ഗ്യാസ് അടങ്ങിയ ഒരു മിക്സറിൻ്റെ അകത്തുള്ള പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ പി എ ബൈ പി ബി ഈക്വൽ ടു പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ, ഒരാളുടെ പാർഷ്യൽ പ്രഷർ ബൈ മറ്റാളുടെ പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു പി ടോട്ടലിൻ്റെ കൈ എ ബൈ പി ടോട്ടലിൻ്റെ കൈ ബി. അപ്പോൾ അതിന് പി ടോട്ടൽ ക്യാൻസലായി പോകും. കൈ എ ബൈ മോൾ ഫ്രാക്ഷൻ്റെ റേഷ്യോ ആയിരിക്കും പി എ ബൈ പി ബി ഈക്വൽ ടു കൈ എ ബൈ കൈ ബി.
പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ മോൾ ഫ്രാക്ഷൻ്റെ റേഷ്യോ ആയിരിക്കും. പി ടോട്ടൽ ക്യാൻസലായി പോകും. പക്ഷെ ഒരു കുട്ടി എന്നോട് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞത് അത് കൈ എയും കൈ ബിയും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല സാറേ, അത് NA/NB ചെയ്താൽ മതി. കുട്ടി പറഞ്ഞതാ NA/NB ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു പോ കുട്ടി, പി ടോട്ടൽ ക്യാൻസലായി പോവും. പിന്നെ കൈ ബി അല്ല ഉണ്ടാവുക, പിന്നെന്താ നമ്പർ ഓഫ് മോളുടെ റേഷ്യോ എടുത്തത്. ചൂടായി ഞാൻ. അപ്പോൾ കുട്ടീനോട് ചോദിച്ചു സാറേ, ഞാൻ പറഞ്ഞു കുട്ടി എന്താ? കുട്ടി ചോദിച്ചു എന്ന് പറഞ്ഞാൽ NA/NA+NB അല്ലേ? ഞാൻ പറഞ്ഞു അതെ. കൈ ബി എന്ന് പറഞ്ഞാൽ NB/NA+NB അല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ അതിൻ്റെ റേഷ്യോ നാം കാണുമ്പോൾ NA+NB ക്യാൻസലായി പോവില്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ കൈ ബി എന്ന് പറയുന്നത് NA/NB അല്ലേ? ഞാൻ പറഞ്ഞു അതെ, എനിക്കറിയാം, ഞാൻ അറിയാഞ്ഞിട്ടല്ല, കുട്ടികൾക്കൊക്കെ അറിയോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ പല ക്ലാസ്സിലും ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്കറിയാം. അപ്പോൾ PA/PB = NA/NB. PA/PB = NA/NB. പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടാൻ നമ്പർ ഓഫ് മോളുടെ റേഷ്യോ കണ്ടാൽ മതി, മോൾ ഫ്രാക്ഷൻ കാണാൻ പോവണ്ട. പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടാൻ, പാർഷ്യൽ പ്രഷർ കിട്ടാൻ ടോട്ടൽ പ്രഷറിനെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് തന്നെ ഗുണിക്കണം. സോ PA/PB = NA/NB. PA/PB = NA/NB. ഇനി ഒന്നുകൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ PA/PB = NA/NB = നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സോ NAൻ്റെ സ്ഥാനത്ത് WA/MA ഡിവൈഡഡ് ബൈ WB/MB. ആ MB മുകൾക്ക് പോവും. WA/MB WB/MA ഇങ്ങനെ വരും. ബിക്കോസ് നമ്പർ ഓഫ് മോൾ = W/M. അപ്പോൾ NA = WA/MA. NBൻ്റെ സ്ഥാനത്ത് WB/MB. ആ MB മുകൾക്ക് വന്നു. WA. ഓക്കെ, ഇനിയാണ് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ചില ക്വസ്റ്റ്യൻസുകൾ വേഗം ഉത്തരത്തിലെത്താൻ. ചിലപ്പോൾ തന്നിരിക്കുന്ന 2 ഗ്യാസ് അടങ്ങിയ ആ മിക്സർ നന്നായി ശ്രദ്ധിക്കണം, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് തരികയാണ് ഞാൻ. ആ എയും ബിയും എന്ന് പറയുന്ന 2 ഗ്യാസ് ഒരേ മാസാണെങ്കിൽ, ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ, മാസിൻ്റെ റേഷ്യോ 1:1 ആണെങ്കിൽ, ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ മാസ് ക്യാൻസലായി പോവും. അപ്പം പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടാൻ അവയുടെ മോളിക്കുലാർ മാസ് തിരിച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. PA/PB കിട്ടാൻ MB/MA ചെയ്താൽ മതി. മനസ്സിലായോ? പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ അവയുടെ മോളിക്കുലാർ മാസിൻ്റെ റേഷ്യോന് ഇൻവേഴ്സ്ലി ആയിട്ട് വരും. എപ്പം 2 ഗ്യാസും ഒരേ മാസാണെങ്കിൽ മാസ് ക്യാൻസലായി പോകും. WA/WB ക്യാൻസലായി പോകും. അപ്പോൾ PA/PB = MB/MA. ഗ്യാസ് ഏതാന്ന് അറിഞ്ഞാൽ മതി. ഗ്യാസ് ഏതാന്ന് അറിഞ്ഞാൽ പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. മോളിക്കുലാർ മാസ്, ആ ഗ്യാസിൻ്റെ മോളിക്കുലാർ മാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. PA/PB MB/MA മാസ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ. ഇനി മാസ് തന്നാൽ, മാസ് ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ മാസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ മാസുകൾ കൊടുത്ത് മോളിക്കുലാർ മാസും കൊടുത്താൽ പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ ഒരു മിക്സറിൻ്റെ അകത്തുള്ള ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷർ മോൾ ഫ്രാക്ഷൻ വെച്ച് കണ്ടുപിടിക്കാം ടോട്ടൽ പ്രഷർ കിട്ടിയാൽ. ഇനി പാർഷ്യൽ പ്രഷറുടെ റേഷ്യോ കാണാൻ ഇതൊന്നും ആവശ്യമില്ല. 2 ഗ്യാസും ഒരേ മാസാണെങ്കിൽ മോളിക്കുലാർ മാസ് വെച്ച് കണ്ടുപിടിക്കാം. മനസ്സിലായ? അപ്പോൾ അങ്ങനെ ഒരുപാട് ഐഡിയകൾ എൻ്റെ മക്കൾ ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാവണമെന്ന് സാന്ദർഭികവശാൽ മക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട NCERT-ലെയും പ്രീവിയസ് ഇയറിലെയും ചോദ്യങ്ങളിലോട്ട് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരുപാട് കോൺഫിഡൻ്റ് ആയിരിക്കും. പരീക്ഷ കിട്ടുന്ന ചോദ്യങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഡൻറ്റ് കൂടും. നമുക്ക് NCERT-ൽ 1-2 ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്ത് നോക്കാം. നാം പഠിച്ചിരിക്കുന്ന തിയറി ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ മക്കളെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ബോർഡിൽ കാണാം. നിയോൺ ഡയോക്സിജൻ, നന്നായി ശ്രദ്ധിക്കണം. നിയോൺ - ഡയോക്സിൻ. നിയോൺ ഒരു ഗ്യാസ്, ഡയോക്സിൻ മറ്റൊരു ഗ്യാസ്. മിക്സർ, അവയുടെ മിക്സർ 17.6 ഗ്രാം O2. ആ മിക്സറിൽ എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ട്? 70.6 ഗ്രാം ഓക്സിജൻ ഉണ്ട്. ആൻഡ് 16.7 ഗ്രാം നിയോൺ, 16.7 ഗ്രാം നിയോൺ ഉണ്ട്.
If pressure of mixer in cylinder, അതിൻ്റെ ടോട്ടൽ പ്രഷർ, ആ മിക്സറിൻ്റെ പ്രഷർ 25 ബാർ, 25 ബാർ ആണ്. വാട്ട് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് ഗ്യാസ്, O2 ആൻഡ് നിയോൺ? നമുക്കറിയാം പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ആദ്യം നമ്മൾ സൈഡിൽ കാണാം. മോൾ ഫ്രാക്ഷൻ ഓഫ് O2 ഈസ് ഈക്വൽ ടു ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾ, number of mole of oxygen divided by number of mole of oxygen plus number of mole of neon equal to number of mole of oxygen adinte given mass 70.6 by oxygen molecular mass 32 all divided by 70.6 by 32 plus നിയോണിൻ്റെ നമ്പർ ഓഫ് മോള്, നിയോണിൻ്റെ നമ്പർ ഓഫ് മോള് നിയോണിൻ്റെ ഗിവൺ മാസ് 16.7 ഡിവൈഡ് ബൈ നിയോണിൻ്റെ നിയോൺ 167. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 167.5 ഗ്രാം ആണ് കേട്ടോ. 167.5 ഗ്രാം, 167.5 gram divided by നിയോണിൻ്റെ മോളിക്കുലാർ മാസ് 20 ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ കാണുക എന്നുള്ളതാണ്. ഈക്വൽ ടു 70.6 by 32. 70.6 by 32 എന്ന് പറഞ്ഞാൽ 2.21 ആണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. 2.21 ഡിവൈഡ് ബൈ 2.21 പ്ലസ് 167.5 by 20 equal to 167.5 by 20. 160 by 20 എന്ന് പറഞ്ഞാൽ 8 ആണ്. 167.20 എന്ന് പറഞ്ഞാൽ 8 പോയിന്റ് സംതിങ് വരും. 8.375. നിയോണിൻ്റെ നമ്പർ ഓഫ് മോള് 8.375. 8.375. അപ്പോൾ 2.21 by 2.21 plus 8.375 equal to number of mole of mole fraction of oxygen is equal to 0.21. 0.21 unit ഇല്ല, 0.21. The mole fraction of oxygen is 0.21. സോ നമുക്ക് ആൻസറിൽ വരാം. മോൾ ഫ്രാക്ഷൻ കിട്ടി 0.21. എങ്ങനെ മോൾ ഫ്രാക്ഷൻ കിട്ടിയത്? ഓരോരുത്തരുടെ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. നമ്പർ ഓഫ് മോൾ ഓഫ് ഓക്സിജൻ ഗിവൺ മാസ് 70.6 by 32, 70.6 by 32 പ്ലസ് മറ്റാളത് 167.5 by അതിൻ്റെ ആറ്റോമിക് മാസ് 20. സോ 70.6 by 32 2.21. സോ 2.21 by 2.21 plus 8.375 0.21. So the answer, partial pressure of oxygen is equal to total pressure into oxygen mole fraction equal to total pressure is 25 bar. 25 into mole fraction of oxygen 0.21. Mole fraction of oxygen എന്താണ്? 0.21. 25 into 0.21. 25 into 0.21 is 5.25. 5.25 bar. Partial pressure of oxygen is 5.25 bar. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പാർഷ്യൽ പ്രഷർ ഓഫ് നിയോൺ കണ്ടുപിടിക്കാൻ കൂടുതൽ വഴികളുണ്ട്. നിയോണിൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടാൻ നിയോണിൻ്റെ 2 വഴികളുണ്ട്. അതിലൊന്ന് ടോട്ടൽ പ്രഷർ ഇൻറ്റു നിയോണിൻ്റെ മോൾ ഫ്രാക്ഷൻ, ഇതൊരു വഴി. ടോട്ടൽ പ്രഷർ ഇൻറ്റു നിയോണിൻ്റെ മോൾ ഫ്രാക്ഷൻ, ഈ ഒരു വഴിയിലൂടെ ചെയ്യാം. ഈക്വൽ ടു ടോട്ടൽ പ്രഷർ 25 ഇൻറ്റു നിയോണിൻ്റെ മോൾ ഫ്രാക്ഷൻ. നിയോണിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ്റെ സമ്മ് 1 ആയിരിക്കും. അപ്പോൾ ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ 0.21 ആണെങ്കിൽ നിയോണിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? 1 മൈനസ് ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 1 ആണ്. ഒരു മിക്സറിൻ്റെ അകത്തുള്ള ഓരോ കോമ്പണൻ്റെയും മോൾ ഫ്രാക്ഷൻ്റെ സമ്മ് 1 ആയിരിക്കും. അപ്പോൾ ഒരാളെ മോൾ ഫ്രാക്ഷൻ കിട്ടിയാൽ മറ്റാളെ മോൾ ഫ്രാക്ഷൻ കിട്ടാൻ 1 എന്ന് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 1 മൈനസ് ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ എത്ര? 0.21. 1 മൈനസ് 0.21 ഈക്വൽ ടു 25 ഇൻറ്റു
0.79. 25 into 0.79 equal to 19.75. ഇതാണ് ഒരു വഴി. ഓർ അനദർ വഴി, സിമ്പിൾ മെത്തേഡ്സ്. ഓർ അല്ലെങ്കിൽ നിയോണിൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടാൻ പാർഷ്യൽ പ്രഷർ ഓഫ് നിയോൺ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. യെസ്, വേഗം ആൻസറിലെത്തും. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മ്. അപ്പോൾ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിയോണിൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടാൻ ടോട്ടൽ പ്രഷറിന് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറച്ചാൽ ആൻസർ കിട്ടും. പാർഷ്യൽ പ്രഷർ ഓഫ് നിയോൺ ഈസ് ഈക്വൽ ടു പി ടോട്ടൽ മൈനസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ആൻസർ കിട്ടി. ടോട്ടൽ പ്രഷർ അവർ തന്നിട്ടുണ്ട് 25 മൈനസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നമ്മൾ കണ്ടുപിടിച്ചു 5.25. ആൻസർ ഇതന്നെയാണ് 19.75. കണ്ടാ, 19.75 ബാർ. 19.75 ബാർ. ഓക്കെ, രണ്ടും ഒരേ ഉത്തരാണ്, മനസ്സിലാക്കണം. ഒരാളെ പാർഷ്യൽ പ്രഷർ കിട്ടിയാൽ മറ്റാളുടെ പാർഷ്യൽ പ്രഷർ കിട്ടാൻ ടോട്ടൽ പ്രഷറിന് മറ്റാളുടെ പാർഷ്യൽ പ്രഷർ മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ട്രഡീഷണൽ ആയിട്ട് ടോട്ടൽ പ്രഷർ പാർഷ്യൽ പ്രഷർ ഈക്വൽ ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ കാണാൻ 1 മൈനസ് കൈ02 അങ്ങനെ ചെയ്യാം. ഓക്കെ, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ NCERT ഒരു ക്വസ്റ്റ്യൻ ആണ് നാം ഈ ഹാൻഡിൽ ചെയ്തത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിർബന്ധമായിട്ട് എഴുതിയെടുക്കുക. മക്കൾ, ക്വസ്റ്റ്യനിൻ്റെ ആൻസറിലോട്ട് നമുക്ക് സിമ്പിളായിട്ട് എത്താവുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ഒന്ന് നമുക്കൊന്ന് ട്രിക്കി രൂപത്തിൽ ചെയ്യാവുന്നതാണ്. മിക്സർ ഓഫ് O2 ആൻഡ് N2, ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും മിക്സർ, അറ്റ് വാട്ട് റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ? പാർഷ്യൽ പ്രഷറിൻ്റെ ഏത് റേഷ്യോയിൽ, അറ്റ് വാട്ട് റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ദ മാസ് വിൽ ബിക്കം ഐഡൻറ്റിക്കൽ? പാർഷ്യൽ പ്രഷറിൻ്റെ ഏത് റേഷ്യോയിൽ ഇവയുടെ മാസ് ഐഡൻറ്റിക്കൽ ആകും? അറ്റ് വാട്ട് റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ദ മാസ് വിൽ ബിക്കം ഐഡൻറ്റിക്കൽ? പി ഓക്സിജൻ ബൈ പി നൈട്രജൻ എത്ര? അറ്റ് വാട്ട് റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ? പാർഷ്യൽ പ്രഷറിൻ്റെ ഏത് റേഷ്യോയിലാണ് മാസ് ഐഡൻറ്റിക്കൽ ആവുക എന്ന്? യെസ്, നമ്മൾ പഠിച്ചാണ് PO2 ബൈ PN2 ഈക്വൽ ടു NO2 ബൈ NN2 ഈക്വൽ ടു WO2 ഇൻറ്റു MN2 ഡിവൈഡഡ് ബൈ WN2 ഇൻറ്റു MO2. മാസ് ഐഡൻറ്റിക്കൽ ആകുന്ന പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടാൻ മാസ് ക്യാൻസലായിപ്പോയി. മാസ് ഐഡൻറ്റിക്കൽ ആവുന്ന പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടാൻ മാസിനെ ക്യാൻസലാക്കുക, ഗിവൺ മാസ് ക്യാൻസലാക്കുക. അപ്പം പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടാൻ മോളിക്കുലാർ മാസിൻ്റെ റേഷ്യോ കിട്ടിയാൽ മതി. മോളിക്കുലാർ മാസിൻ്റെ റേഷ്യോ തിരിച്ചു കൊടുക്കണം. O2വിൻ്റെ നേരെ നൈട്രജൻ വരണം. നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് 28 ഡിവൈഡ് ബൈ ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32. 28/32 ആണ് അതിൻ്റെ ആൻസർ. PO2 ബൈ PN2 ഈക്വൾ 28/32. 28/32 എന്ന് പറയാൻ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന സാധനം 4 7 4 28 7/8. The answer is 7/8. 7 at what ratio of partial pressure? പാർഷ്യൽ പ്രഷറിൻ്റെ ഏത് റേഷ്യോയിൽ? ദ ആൻസർ ഈസ് 7/8 റേഷ്യോയിൽ മാസ് ഐഡൻറ്റിക്കൽ ആയിരിക്കും. മാസ് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ടാണ് മാസ് വെട്ടിയത്. അപ്പോൾ മാസിനെ വെട്ടിയിട്ട് മോളിക്കുലാർ മാസ് വെച്ച് ചെയ്താൽ പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടും. മാസ് ഐഡൻറ്റിക്കൽ ആവുന്ന സമയത്തുള്ള പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോ കിട്ടാൻ മോളിക്കുലാർ മാസ് മാത്രം വെച്ച് ചെയ്താൽ മതി. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. PA = P total into IA. PB = P total into IB. Total pressure is equal to partial pressure ൻ്റെ സമ്മ്. വേറെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മക്കൾ, വേറെ ക്വസ്റ്റ്യൻ കാണാം. വാട്ട് വിൽ ബി ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് 3.2 gram of methane and 4.4 gram of carbon dioxide contains in a 9 decimeter cube flask. 9 decimeter cube ആണ് 9 ലിറ്റർ. ഡെസിമീറ്റർ ലിറ്റർ ഒന്ന് തന്നെയാണ്. ടോട്ടൽ പ്രഷറാണ് ചോദിച്ചത്. നമുക്കറിയാം P total is equal to PA plus PB. PA plus PB equal to
NA RT by V plus NB RT by V. രണ്ടിലും കോമൺ ആയിട്ട് RT by V ഉള്ളതുകൊണ്ട് നമുക്കതിനെ NA plus NB ഇൻറ്റു RT by V ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഈ എ എന്ന് പറഞ്ഞാൽ ഏതാ മിക്സർ? എ എന്ന് പറഞ്ഞാൽ മീഥെയിൻ CH4, ബി എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ 3 that is equal to number of mole of methane. മീഥെയിൻ്റെ given mass എത്ര? 3.2. 3.2 by 16 plus oxygen number of mole 4.4. 4.4 by 44. Carbon dioxide number of mole. Oxygen അല്ല, carbon dioxide. 4.4 by 44 into RT by V equal to 3.2 by 60 എന്ന് പറഞ്ഞാൽ 0.2. 32 by 16 2 അപ്പോൾ 0.2. 44 by 44 1 ആണ്. അപ്പോൾ 4.4 by 44 0.1 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.082 നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ലിറ്റർ ATMലെ വാല്യൂ ആണ്. കൊടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കെൽവിൻക്ക് മാറ്റണം. 300 27 ഡിഗ്രി സെൽഷ്യസ് 300 കെൽവിൻ ബൈ വോളിയം ഈസ് 9 ലിറ്റർ. ഡെസിമീറ്റർ ക്യൂബാണ് ലിറ്റർ. അപ്പം കിട്ടുന്ന ആൻസർ ATMലെ വാല്യൂ ആയിരിക്കും. 0.2 പ്ലസ് 0.1 0.3 ഇൻറ്റു 0.082നെ 300-ലെ 2 പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ ഈ 2 പോയിൻ്റ് മുന്നിൽ ചാടും. 8.2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 9. നമുക്ക് 3യും 9ഉം വെട്ടാം. 3യും 9ഉം വെട്ടിയാൽ താഴെ 3. 0.3 by 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ 10 raised to minus 1. 8.2 into 8.2 into 10 raised to minus 1. 0.82. 0.82 0.82 ATM. 0.82 ATM. മക്കൾ, അനദർ ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോഴേ നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. വാട്ട് വിൽ ബി ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാഷ്യസ് മിക്സ്ചർ? വാട്ട് വിൽ ബി ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാഷ്യസ് മിക്സ്ചർ വെൻ 0.5 liter of hydrogen at 0.8 bar and 2 liter of oxygen at 0.7 bar are introduced in a 1 liter vessel at 27 degrees Celsius. Are introduced in a 1 liter vessel at 27 degrees Celsius. എന്താ സംഭവം? മിക്സർ ആരൊക്കെയാണ് മിക്സർ? ഹൈഡ്രജൻ്റെയും ഓക്സിജനും. ഹൈഡ്രജൻ ഒരു കണ്ടെയ്നറിലുണ്ട്. ശ്രദ്ധിക്കണം, ഹൈഡ്രജൻ ഒരു കണ്ടെയ്നറിലുണ്ട്, വേറൊരു കണ്ടെയ്നറിൽ ഓക്സിജനും ഉണ്ട്. എന്നിട്ട് ഇവരെ രണ്ടാളും പാടെ ഒരു 1 ലിറ്റർക്ക് മാറ്റുകയാണ്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ രണ്ടാളുടെയും പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ഹൈഡ്രജന് 1 ലിറ്റർക്ക് മാറ്റുമ്പോഴുള്ള പാർഷ്യൽ പ്രഷർ കിട്ടണം. ഓക്സിജന് 1 ലിറ്റർക്ക് മാറ്റുമ്പോഴുള്ള പാർഷ്യൽ പ്രഷർ കിട്ടണം. എന്നിട്ട് ആ 2 പാർഷ്യൽ പ്രഷർ ആഡ് ചെയ്താൽ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പോൾ ഞാൻ ഹൈഡ്രജനെ 1 ലിറ്റർക്ക് മാറ്റാനുള്ള പാർഷ്യൽ പ്രഷർ കാണാൻ, ഹൈഡ്രജൻ ഓൾറെഡി ഒരു വോളിയത്തിൽ ഒരു പ്രഷർ ഉണ്ട്. ബോയിൽസ് P1 V1 ഈക്വൽ ടു P2 V2 ചെയ്താൽ നമുക്ക് പ്രഷർ മാറ്റി ആൻസർ കിട്ടും. മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഹൈഡ്രജൻ്റെ ആദ്യമുള്ള പ്രഷർ P1 ഈക്വൽ ടു 0.8 ബാർ. ആ സമയത്ത് ഹൈഡ്രജൻ്റെ വോളിയം V1 ഈക്വൽ ടു 0.5 ലിറ്റർ. 0.5 ലിറ്റർ. ഇനി ഹൈഡ്രജനെ 1 ലിറ്റർക്ക് മാറ്റിയാൽ V2 ഈക്വൽ ടു 1 ലിറ്റർ ആയാൽ ആ സമയത്തുള്ള P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അതേപോലെ ഓക്സിജൻ്റെ P1 ആദ്യമുള്ള പ്രഷർ 0.7 ബാർ. 0.7 ബാർ. ആ സമയത്തുള്ള വോളിയം, ആ കണ്ടെയ്നറിലെ വോളിയം 2 ലിറ്റർ. 2 ലിറ്റർ. ഇനി നമ്മൾ 1 ലിറ്റർക്ക് മാറ്റിയാൽ V2 1 ലിറ്റർ ആയാൽ ആ സമയത്തുള്ള P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ രണ്ടാളുടെയും ആ 1 ലിറ്റർക്ക് മാറുന്ന പാർഷ്യൽ പ്രഷർ കിട്ടിയാൽ അത് കൂട്ടിയാൽ ടോട്ടൽ പ്രഷറായി. നമുക്കറിയാം P1 V1 ഈക്വൽ ടു P2 V2. P1 V1 ഈക്വൽ ടു P2 V2. അങ്ങനെയാണെങ്കിൽ P2 ഈസ് ഈക്വൽ ടു ഇവൻ്റെ പാർഷ്യൽ പ്രഷർ P2 ഈസ് ഈക്വൽ ടു 1 ലിറ്റർക്ക് മാറ്റിയാലുള്ള പ്രഷർ P2. V2 1 ലിറ്റർ ആകുമ്പോഴുള്ള പാർഷ്യൽ പ്രഷർ P2.
ആ 1 ലിറ്റർ കണ്ടെയ്നർക്ക് മാറ്റിയുള്ള പാർഷ്യൽ പ്രഷർ P2 ഈസ് ഈക്വൽ ടു P1 V1 by P2. Sorry, P2 is equal to P1 V1 by V2. P1 V1 by V2 equal to P1 അത്ര 0.8 into V1 അത്ര 0.5 by 1 equal to 0.4 bar. അതേപോലെ ഇവിടെയും P1 V1 equal to P2 V2. P1 V1 equal to P2 V2. അങ്ങനെയാണെങ്കിൽ P2 equal to P1 V1 by V2 equal to P1 അത്ര ഫസ്റ്റ് പ്രഷർ P1 ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ 0.7. അപ്പോഴുള്ള വോളിയം 2 ലിറ്റർ. 1 ലിറ്റർക്ക് മാറ്റുമ്പോൾ V2 1 ലിറ്റർ. 0.7 into 2 എന്ന് പറഞ്ഞാൽ 1.4. 0.7 into 2 1.4. 7 into 2 14 1.4. Therefore P total is equal to 1 ലിറ്റർക്ക് മാറ്റുമ്പോഴുള്ള ഹൈഡ്രജൻ്റെ പാർഷ്യൽ പ്രഷർ 0.4. 1 ലിറ്റർക്ക് മാറ്റുമ്പോൾ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 1.4. സോ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ പ്ലസ് partial pressure of oxygen equal to 0.4 plus 1.4 equal to 1.8. 1.8 ലിറ്റർ അല്ല, പ്രഷർ അല്ലേ, 1.8 bar. 1.8 bar is the total pressure. Dalton's law of partial pressure ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇത് നമ്മൾ ബോയിൽസ് ലോ വെച്ച് ചെയ്തു. 1 ലിറ്റർക്ക് മാറ്റിയുള്ള പ്രഷർ കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്തപ്പോഴാണ് എൻ്റെ മക്കൾ എനിക്ക് വേറൊരു കാര്യം പെട്ടെന്ന് മൈൻഡിൽ ഓർമ്മ വന്നത്. 2 കണ്ടെയ്നറിലുള്ള ഗ്യാസിനെ മിക്സ് ചെയ്താൽ ടോട്ടൽ പ്രഷർ എന്താകുമെന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കാണിച്ചുതരാം, വേഗം നോട്ട് എഴുതിയെടുത്ത്. മക്കളെ, ഒരു കണ്ടെയ്നർ, ശരിക്കും ശ്രദ്ധിച്ചേട്ടോ, ഒരു കണ്ടെയ്നർ, അനദർ കണ്ടെയ്നർ, ഇവ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. ഇതിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ഗ്യാസും ഇതിൻ്റെ അകത്ത് ബി എന്ന് പറയുന്ന ഗ്യാസും ഉണ്ട്. ഇത് ക്ലോസ് ചെയ്തിരിക്കുക, ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. എ ഉണ്ട്, ബി ഉണ്ട്. ഇവിടുത്തെ വോളിയം വി എ, ഇവിടുത്തെ വോളിയം വി ബി. എന്നാൽ ഇത് നമ്മളവിടെ ഓപ്പൺ ആക്കിയാൽ, രണ്ടാളെയും മിക്സ് ചെയ്യാൻ അനുവദിച്ചാൽ ടോട്ടൽ പ്രഷർ ആഫ്റ്റർ മിക്സിങ് ഇവയെ മിക്സ് ചെയ്യാൻ അനുവദിച്ചാൽ ഇവയുടെ ടോട്ടൽ പ്രഷർ പി ടോട്ടൽ ഈക്വൽ ടു പി എ വി എ ബൈ വി എ പ്ലസ് വി ബി പ്ലസ് പി ബി വി ബി ബൈ വി എ പ്ലസ് വി ബി ആണ് ചെയ്യേണ്ടത്. ആഫ്റ്റർ മിക്സിങ് രണ്ടാളും മിക്സ് ചെയ്താൽ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു പി എ വി എ ബൈ പി എ വി എ പ്ലസ് വി ബി പ്ലസ് പി ബി വി ബി ബൈ വി എ പ്ലസ് വി ബി ചെയ്യണം. ബിക്കോസ് ദിസ് വാല്യൂ, ഈ വാല്യൂ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എ, പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എ, അത് എൻ്റെ പാർഷ്യൽ പ്രഷറാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള ഈ വാല്യൂ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ബി, പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ബി, അത് ബിയുടെ പാർഷ്യൽ പ്രഷറാണ്. അപ്പോൾ ടോട്ടൽ പ്രഷർ രണ്ടിൻ്റെയും പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മായിരിക്കും. ഇത്തരം ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ മക്കൾ, അപ്പോൾ നമ്മൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നു. നിങ്ങൾ അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ടുകൾ എഴുതി വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.